അങ്ങനെ ഫൈനലി പോക്കോ എക്സ്3ക്ക് ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് വന്നിരിക്കുന്നത്. കഴിഞ്ഞ വീഡിയോ തന്നെ ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഇതിൻ്റെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റിനെ കുറിച്ചുള്ള എല്ലാ വീഡിയോസ് ഇടുന്നു. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ അതിൽ ഇപ്രാവശ്യം വന്നിരിക്കുന്ന പുതിയ ഫീച്ചേഴ്സിനെ കുറിച്ചാണ് ഈ വീഡിയോ പറയുന്നത്. അപ്പോൾ നമുക്ക് സമയം പാഴാക്കാതെ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൻ്റെ സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 232 MB ആണ്. ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് വരുന്നതിന് മുമ്പ് ഇത് MIUI 12.0.2 ആയിരുന്നു. ഈ അപ്ഡേറ്റ് വന്നതിന് ശേഷം 12.0.5 ആയി. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ ഇതിൽ വരാൻ പോകുന്ന പുതിയ ഫീച്ചേഴ്സ് എല്ലാം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. പോക്കോ എക്സ്3ക്ക് ഇപ്പോൾ നിലവിൽ കുറച്ച് ബഗ്സ് ഒക്കെ ഉണ്ടായിരുന്നു വാങ്ങിയ പിന്നെ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇവർ ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലൂടെ ഫിക്സ് ചെയ്തൊന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അങ്ങനെ സോഫ്റ്റ്വെയർ ഇപ്പോൾ അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊരു വലിയൊരു ലെങ്തി പ്രോസസ്സാണ്. അപ്പോൾ ഞാനത് കുറച്ചൊന്ന് സ്കിപ്പ് ചെയ്യാണ്. അങ്ങനെ ഫോണിപ്പോൾ ബൂട്ടായിക്കൊണ്ടിരിക്കുകയാണ്. പോക്കോ എക്സ്3യുടെ അൺബോക്സിങ് വീഡിയോയ്ക്ക് നല്ല സപ്പോർട്ടാണ് കിട്ടിയത്. കുറേ കമൻറ്റ്സ് എല്ലാം വന്നു. പിന്നെ സബ്സ്ക്രൈബർമാർ ചോദിക്കുന്നുണ്ടായി, പുതിയ വീഡിയോസ് ആവശ്യപ്പെടുന്നുണ്ടായി. അപ്പോൾ അതെല്ലാം ഞങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ പുതിയ വീഡിയോസ് എത്രയും പെട്ടെന്ന് അപ്ലോഡ് ചെയ്യുന്നതാണ്. നിങ്ങളഥവാ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ വീഡിയോ കാണണമെങ്കിൽ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ ഞെക്കുക. അപ്പോൾ നിങ്ങൾക്ക് പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എത്രയും പെട്ടെന്ന് ലഭിക്കുന്നതാണ്. അങ്ങനെ ഫോൺ ബൂട്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ സെറ്റിങ്സൊക്കെ ഒന്ന് കാട്ടിത്തരാം. അങ്ങനെ നമുക്ക് ഇതിൻ്റെ അബൌട്ട് ഫോണിൽ നമുക്ക് കാണാവുന്നതാണ്. MIUI 12.0.5 ആയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ നിലവിലുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്. പിന്നെ നമുക്ക് കാണാവുന്നതാണ് സെക്യൂരിറ്റി പാച്ച് ലെവൽ October 1 ആയിട്ടുണ്ട്. പിന്നെ ഇതിൽ ലാൻഡ്സ്കേപ്പ് പിടിക്കുമ്പോൾ ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ബാറിൽ ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. അതിനാൽ ഞാനത് പരിചയപ്പെടുത്താനായിട്ട് ഇവിടെ Redmi Note 9 ആയിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് തരാം. ആർക്കെങ്കിലും Redmi Note 9ൻ്റെ ഒരു റിവ്യൂ വേണമെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ Redmi Note 9 വരുന്നത് 12.0.4 ആണ് അതിൻ്റെ സോഫ്റ്റ്വെയർ. ഇപ്പോൾ പോക്കോ എക്സ്3യിൽ വരുന്നത് 12.0.5 ആണ് സോഫ്റ്റ്വെയർ. അപ്പോൾ നമുക്ക് ജസ്റ്റ് അതിൻ്റെ ലാൻഡ്സ്കേപ്പിൽ പിടിക്കുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ബാറിന് ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഞാൻ ഒന്ന് കാട്ടിത്തരാം. ലാൻഡ്സ്കേപ്പിൽ പിടിക്കുമ്പോൾ ഇത് രണ്ടായിട്ട് തരം തിരിച്ചിട്ടാണ് കാട്ടുന്നത്. വൈഫൈ എല്ലാ ടൂൾസും പുറത്തും ബാക്കിയുള്ള ഓപ്ഷൻസൊക്കെ ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്. പക്ഷേ 0.4ൽ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ എല്ലാം ഒരൊറ്റ ഇതിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ യൂസ് ചെയ്യാൻ ഇത്തിരി കൂടി ഡിഫിക്കൽട്ടാവും. പക്ഷേ പോക്കോ എക്സ്3യുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, അതിൻ്റെ ലാൻഡ്സ്കേപ്പ് പിടിക്കുമ്പോൾ അതിന് മുകളിൽ സെറ്റിങ്സിൻ്റെ ഓപ്ഷൻ ഇല്ല. പക്ഷേ പോർട്രേറ്റ് പിടിക്കുമ്പോൾ മാത്രമേ അതിൻ്റെ സെറ്റിങ്സിൻ്റെ ഓപ്ഷൻ വരുന്നുള്ളൂ. അത് ഈ അപ്ഡേറ്റിൽ വന്നൊരു ചെറിയൊരു പ്രശ്നമാണ്. അതുപോലെ ഫോണിൻ്റെ ഡാർക്ക് മോഡിൽ ഒരു ചെറിയൊരു ബഗ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഡാർക്ക് മോഡ് ഓൺ ആക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് ലോക്ക് സ്ക്രീൻ വരുമായിരുന്നു. ഇപ്പോൾ അതൊന്ന് ഫിക്സ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിലിപ്പോഴും ഒരു ചെറിയൊരു ബഗ് ഫിക്സ് ചെയ്യുന്നുണ്ട്. അതെന്തൊട്ടാന്ന് വെച്ചാൽ ഡാർക്ക് മോഡ് ഇട്ടിട്ട് അതിൻ്റെ സെറ്റിങ്സൊക്കെ നല്ല പെർഫെക്റ്റ് ഡാർക്കാണ്. പക്ഷേ യൂട്യൂബ് പോലത്തെ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കുമ്പോൾ അത്രയും ഡാർക്ക് ഫീൽ ചെയ്യുന്നില്ല. ഒരു ഗ്രേയിഷ് കളർ കയറി വരുന്നുണ്ട്, ഒരു വൈറ്റിഷ് കളർ പോലൊരു കളർ കയറി വരുന്നുണ്ട്. പക്ഷേ സെറ്റിങ്സ് പോലത്തെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ പെർഫെക്റ്റ് ഡാർക്കാണ്. ഈ ചെറിയൊരു പ്രോബ്ലം ബഗ്ഗാണോ എന്നറിഞ്ഞൂടാ. അത് ചിലപ്പോൾ ഇനി വരും അപ്ഡേഷനിൽ ഫിക്സ് ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഈ പ്രോബ്ലം ഫിക്സ്ഡ് ആണ്. പക്ഷേ യൂട്യൂബ് പോലത്തെ കുറച്ച് തേർഡ് പാർട്ടി ആപ്സിൽ മാത്രമാണ് ഇങ്ങനത്തെ പ്രോബ്ലം ഉള്ളത്. ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷനിൽ ക്യാമറയിൽ ഒരു ചെറിയൊരു ഡിഫറൻസ് വരുത്തിയിട്ടുണ്ട്. അതിൻ്റെ പ്രൈമറി ക്യാമറയുടെയും അൾട്രാവൈഡ് ക്യാമറയുടെയും കളർ സാച്ചുറേഷനും ക്ലാരിറ്റിയും ഏകദേശം ഈക്വൽ ആക്കിയിട്ടുണ്ട്. രണ്ട് ക്യാമറകളിൽ തമ്മിൽ നമുക്ക് കളർ സാച്ചുറേഷൻ്റെ ഡിഫറൻസോ ക്ലാരിറ്റി ഡിഫറൻസ് ഒന്നും തോന്നൂല. പിന്നെ ഈ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിൽ വന്നിട്ടുള്ള മറ്റൊരു ഫീച്ചർ എന്താണെന്ന് വെച്ചാൽ ഇതിലാദ്യമായിട്ടാണ് ഇൻബിൽഡ് ആയിട്ടുള്ള ഒരു കോൾ റെക്കോർഡർ വരുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ കോൾ റെക്കോർഡറിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജസ്റ്റ് കോൾ റെക്കോർഡർ ഓൺ ആക്കുമ്പോൾ അത് കോൾ റെക്കോർഡ് ചെയ്യുന്ന കാര്യം നമ്മൾ ആരോടാണോ വിളിക്കുന്നത് അവരോട് പറയും. ഈ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷനിലൂടെ അവർ പോക്കോ എക്സ്3യുടെ ഏറ്റവും വലിയ പ്രോബ്ലമാണ് എടുത്തു കളഞ്ഞിട്ടുള്ളത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൂർണ്ണമായിട്ട് എടുത്തു കളഞ്ഞിട്ടില്ല. അതെന്താണെന്ന് വെച്ചാൽ ബാക്ക് പാനലിൻ്റെ വൈബ്രേഷൻ അല്പം ഒരു പരിമിതി വരെ കുറച്ചിട്ടുണ്ട്. ഇത് പക്ഷേ പൂർണ്ണമായിട്ട് കുറയ്ക്കാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ ബാക്ക് പാനൽ പ്ലാസ്റ്റിക് ആണ്. പോരാത്തതിന് ഇതിന് സ്റ്റീരിയോ സ്പീക്കറിൻ്റെ സപ്പോർട്ടും കൂടി ഉള്ളതിനാൽ ഇതിൻ്റെ ബാക്ക് പാനൽ ഭയങ്കര വൈബ്രേഷനാണ്. ഈ അപ്ഡേഷനിലൂടെ അവർ ഒരു പരിമിതി വരെ അതിൻ്റെ വൈബ്രേഷൻ കുറച്ചിട്ടുണ്ട്.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളോ വല്ല സംശയങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ ഈ വീഡിയോ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ ഞെക്കുക. അതാകുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലത്തെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ എത്രയും പെട്ടെന്ന് ലഭിക്കുന്നതാണ്. പിന്നെ ആർക്കെങ്കിലും റെഡ്മി നോട്ട് 9 റിവ്യൂ വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബറിൻ്റെ ആവശ്യം പോലെ ഞങ്ങൾ അതിൻ്റെ റിവ്യൂ ഇറക്കുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.